I don't want to be a fool. അല്ല അത് വേറെ വിഷയം. അങ്ങനെ വിഷയം മാറ്റണമല്ല ഞാൻ. എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അത് ചെയ്യോ? അല്ല അത് ചെയ്യല്ലോ നിങ്ങൾ. ഇത് നിങ്ങളെ ബാക്കിയല്ലേ. പരിപാടി നമുക്ക് നിർത്താൻ. ചർച്ചയിൽ വ്യക്തതയൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഞാനൊരു അധിക പ്രസംഗിയാണ്. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തോട്ട് പറഞ്ഞു കേട്ടോ, സോറി അങ്ങനെ പറ്റിപ്പോയി. ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. എന്നോട് കുറച്ച് ഞാൻ വീട്ടിൽ വരണം. ഞാൻ ത്രികോണ മധ്യേ കുടുങ്ങി ഭുജ ഭുജ ത്രിഭുജ കളികളൊക്കെ തെറ്റി. കലനം സങ്കലനം വ്യവകലനം കണക്കൂട്ടലൊക്കെ തെറ്റിയിരിക്കണം. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവാൻ? അക്രമം പരാക്രമം സമനിലയും തെറ്റി. ഞാൻ തീയിൽ ജനിച്ചതാ. ഇപ്പൊ ഏതാണ്ട് സൈലന്റ് മൂഡില. വിഷമമാ. ഒക്കെ കൂടി ഓർക്കുമ്പോ ആകെപ്പാടെ ഒരു വിങ്ങല മനസ്സിനകത്ത്. ഒരേ ഒരു വശം കൊണ്ട് ഇങ്ങനൊക്കെ ആകുന്നു നിരീക്ഷിച്ചില്ലാലോ. കലികാലവേ സ്റ്റൈൽ ഇങ്ങനെ വട്ടം കറങ്ങി നിക്ക. ഞാനൊരു അധിക പ്രസംഗിയാണ്. ഇക്ക പാവല്ലേ. ഇക്കനെ കുറിച്ച് പറയണ്ടെന്നൊക്കെ വിചാരിക്കേ. പക്ഷെ കാവടി തുള്ളിപ്പോയ ആ പോക്കും ഇപ്പോഴുള്ള ആ രോദനവും കണ്ട എങ്ങനെയാ അമ്പൂക്കാനെ കുറിച്ച് പറയാണ്ടിരിക്ക. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക അറിയുമ്പോൾ പണ്ടത്തെ ആളുകൾ. പിന്നെ കാരിരിമ്പിന്റെ കരുത്തും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയും ആയോണ്ട് ചമ്മി ചീഞ്ഞളിഞ്ഞിട്ടും ഇപ്പോഴും കളമൊഴിയാതെ നിൽക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ. അമ്മോ സീൻ തന്നെ. ഞാൻ തീയിൽ ജനിച്ചതാ. അതിവിടെ ഈ വെയിലത്ത് പാടുന്നത് ആരും വിചാരിക്കണ്ട. ഒരു ഓട്ടോ തൊഴിലാളി, ഒരു മത്സ്യത്തൊഴിലാളി, ഒരു കർഷകൻ, ഒരു ടാപ്പിംഗ് തൊഴിലാളി. എല്ലാത്തിനും ആയല്ലോ. ഒന്നും ആരും വിട്ടുപോയിട്ടില്ലല്ലോ. ഇങ്ങനെ ഓരോന്നിനും പെറുക്കി എടുത്തോണ്ടൊക്കെ ആയിരുന്നു പത്രികയൊക്കെ കൊണ്ട് കൊടുത്തത്. എന്നിട്ടാണെങ്കിലോ ആ പുല്ലും പൂവും പോവുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ അങ്ങ് ബംഗാളി എന്നുള്ളവർ വരെ കേരളം രക്ഷപ്പെട്ടു. കള്ളന്മാരെ അടുപ്പിക്കില്ലെന്നൊക്കെയാ പറയണത്. പിന്നെ ചിലരൊക്കെ പറയണത് അമ്പുക്കം മനഃപൂർവ്വം അത് തള്ളിപ്പോവാൻ വേണ്ടി കളിച്ച കളിയാ, ഇല്ലെങ്കിൽ 2 പത്രിക കൊടുക്കൂലല്ലോ, ഇത് തൃണമൂലിനെ പിണക്കാതിരിക്കാൻ വേണ്ടി ഇക്ക ഒപ്പിച്ച സൂത്രവാ എന്നൊക്കെയാ. പക്ഷെ എനിക്കറിയാം ഇക്കയ്ക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലാന്ന്. ഇനിയിപ്പോൾ നമ്മുടെ അനിയൻകുട്ടൻ അന്ന് രാത്രി പോയി പറഞ്ഞു കൊടുത്ത ബുദ്ധിയാകുമോ എന്തോ. മാത്രമല്ല ടെൻഷൻ കയറി തലയ്ക്ക് പിടിച്ച് വാക്കുകളൊക്കെ മാറിപ്പോണുണ്ട് ഇക്കയ്ക്ക്. ഇക്കയ്ക്ക് അറിയാം എല്ലാരും ഇക്കാനെ ഒറ്റപ്പെടുത്തുക. അവരെല്ലാം ഒറ്റക്കെട്ടല്ലേ. ഇക്ക ഒറ്റയ്ക്കാ. എല്ലാം ഒറ്റക്കെട്ടാണല്ലോ. ഞാൻ ഒറ്റക്കല്ലേ. പിന്നെ സാധാരണക്കാർക്ക് എന്താവശ്യം വന്നാലും ഇക്ക കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും കേട്ടോ. ഇക്ക ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ഫ്രീയാ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഫ്രീ ആകും.